നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുറ്റം ചെയ്തിട്ടില്ലെന്നും കുടുക്കിയതാണെന്നുമാണ് കണ്ഠരര് രാജീവരുടെ പ്രതികരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും സ്വാധീനമുണ്ടാക്കി കൊടുത്തതും തന്ത്രിയാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കുറ്റകരമായ ആചാര ലംഘനം സന്നിധാനത്ത് നടന്നിട്ടും ഇക്കാര്യം ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ തടയുകയോ ചെയ്തിട്ടില്ല എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കണ്ണൻ നായർ നമ്മോടൊപ്പം ഉണ്ട്. കണ്ണൻ, വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ ഇവിടെ നടത്തിയിരിക്കുന്നു തന്ത്രിക്കെതിരെ. ആ കണ്ടെത്തൽ, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് സ്വർണം പൂശിയ പാളുകളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആചാരപ്രകാരം അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തയച്ചു. ആ കൊടുത്തയച്ചത് തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ, വിശദാംശങ്ങൾ നൽകുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ? ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരത്തെ തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണപ്പാളികൾ അവിടേക്ക് കൊണ്ടുപോകാൻ 2018 5-ാം മാസം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അനുമതി നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ എടുത്തു പറയുന്നത് ആചാര ലംഘനം നടത്തി, ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു, ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കട്ടിളപ്പാളികൾ കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ കൈമാറാൻ താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് കട്ടിളപ്പാളികൾ കൈമാറിയത്. ദേവന്റെ അനുജ്ഞ വാങ്ങിക്കാതെയാണ് കട്ടിളപ്പാളികൾ കൈമാറിയതെന്നുള്ളതാണ്. ദേവന്റെ അനുമതി വാങ്ങിക്കാതെയാണ് കട്ടിളപ്പാളികൾ കൈമാറിയതെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി അത് തടയാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാളികൾ കൊണ്ടുപോകുന്നത് കുറ്റകരമായ മൗനാനുവാദം അദ്ദേഹം നൽകിയെന്നു കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കായംകുളം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് CD അനിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. ആ കോടതിയിൽ സമർപ്പിക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു വാദം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ദേവന്റെ അനുജ്ഞ വാങ്ങിക്കാതെയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള അനുമതി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതെന്നുള്ള കാര്യമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. 13-ാം പ്രതിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. അദ്ദേഹത്തിന് ഇതിനു വേണ്ടിയുള്ള അനുമതി നൽകിയ സമയത്ത് കൃത്യമായി ഇതൊരു സ്വർണ്ണ കടത്താണ് എന്നുള്ള കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആ ധാരണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിനെ അറിയിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ദേവന്റെ അനുജ്ഞ വാങ്ങിക്കാതെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള അനുമതി നൽകി. ഒപ്പം തന്നെ ഇതൊരു കുറ്റകരമായിട്ടുള്ള ആചാര ലംഘനമാണ്. ആചാര ലംഘനം നടത്തിയിട്ട് പോലും ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡിനെ അറിയിക്കാൻ തന്ത്രി തയ്യാറായില്ല. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ടോ, സാമ്പത്തിക ലാഭം താന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള ഒരു കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല. ഇത്തരത്തിൽ ദേവന്റെ അനുജ്ഞ വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തേത് ഈ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു. ആചാര ലംഘനം നടത്തിയിട്ടും അദ്ദേഹം അതിനെ തടയാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം കൂടിയാണ് പ്രധാനമായും ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ട്. മാതൃഭൂമി ന്യൂസാണ് ആദ്യമായി പുറത്തുവിടുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: 18/5/2019 ഇളക്കിയെടുത്ത് സ്വകാര്യ വ്യക്തിയായ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന് അറിയുന്ന 13-ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവര് ആചാര ലംഘനം ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെയും ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രിസ്ഥാനം വഹിക്കുന്ന 13-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽപ്പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി വീഴ്ച വരുത്തിയതായും ഇടവമാസ പൂജയ്ക്കായി 14/5/2019 ശബരിമല നട തുറന്നത് മുതൽ ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന കാലയളവിനുള്ളിൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും അഴിച്ചെടുത്ത് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ 18/5 ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴപൂജയ്ക്കും 13-ാം പ്രതി രാജീവ് സന്നിഹിതനായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: തെറ്റ്, ആചാര ലംഘനം ബോധ്യപ്പെട്ടിട്ടും അത് റിപ്പോർട്ട് ചെയ്തില്ല, അത് തടഞ്ഞില്ല എന്നുള്ളത്. 2, ഈ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോകുന്നതിന് മൗനാനുവാദം നൽകി എന്നുള്ളത്. അതായത് തന്ത്രി അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം ചെയ്തില്ല, ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. ഇത് ഈ പാളികൾ തിരിച്ചെത്തിയില്ല എന്നറിഞ്ഞിട്ടും ആ സമയത്തും തന്ത്രിയുടെ അവിടുത്തെ സാന്നിധ്യമുണ്ട്. പക്ഷേ അപ്പോഴും തന്ത്രി 13-ാം പ്രതിയായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുകയോ മറ്റു നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതാണ് തന്ത്രിക്കെതിരെയുള്ള
കണ്ടെത്തൽ, തന്ത്രിക്കെതിരെയുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇതാണ്. തന്ത്രി കുറ്റകരമായ മൗനാനുവാദം നൽകുകയുണ്ടായി എന്ന് പറയുന്നു. ഒപ്പം ആചാരം എന്താണെന്ന് അറിഞ്ഞിട്ടും ഭഗവാന്റെ അനുജ്ഞ വാങ്ങാതെയാണ് ഈ പാളികൾ അവിടെ നിന്ന് ഇളക്കി മാറ്റിയത്. ആ കാര്യത്തിൽ ബോധ്യമുണ്ടായിരുന്ന വ്യക്തിയായ ആചാരപരമായ കാര്യങ്ങളിലെ അവസാന വാക്കായ തന്ത്രി അത് തടയുന്നതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും കൂടി പറയുന്നു. ഞാൻ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കണ്ണൻ നായരിലേക്ക്. കണ്ണൻ, മാതൃഭൂമിയുടെ പക്കലുള്ള ഈ ഡോക്യുമെന്റ് അനുസരിച്ച്, ഈ റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് തന്ത്രിയിൽ ചുമത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വന്നു, മൗനാനുവാദം നൽകി എന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ. അതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഡയറക്ട് ലിങ്കോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതോ ഇതുവരെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തായാലും പറയുന്നില്ല. അങ്ങനെ ഒരു ആംഗിൾ കൂടി അന്വേഷിക്കുന്നില്ലേ? അങ്ങനെ ഒരു ആംഗിൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. രാജ്യം 2007 ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത്. അത് തന്ത്രി കണ്ഠരര് രാജീവരുടെ ഒരു അനുയായിയായിട്ടായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ പിന്തുണയോട് കൂടി തന്നെയാണ് എത്തിയത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും. പക്ഷേ ഈ തന്ത്രിയാണ്, മണ്ഡലകാലം നടക്കുകയാണ്, മകരവിളക്ക് സീസൺ നടക്കുകയാണ്. ആ സമയത്താണ് ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവരെ ഇപ്പോൾ പോലീസ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ദേവന്റെ അനുജ്ഞ വാങ്ങിക്കാതെയാണ് ഈ പാളികൾ കൊണ്ടുപോകുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഇതൊരു ആചാര ലംഘനമാണ്. ആചാര ലംഘനം നടത്താൻ തന്ത്രി ത്തിനെതിരെ യാതൊരു നടപടിയും തന്ത്രി കണ്ഠരര് രാജീവര് സ്വീകരിച്ചിട്ടില്ല. കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്യാൻ തന്ത്രി ഒത്താശ ചെയ്തു എന്നുള്ളതാണ്. കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്ന തന്ത്രി ഒത്താശ ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ. ഇതൊക്കെ തന്നെ കോടതിയിൽ എത്രത്തോളം സ്ഥാപിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കും എന്നുള്ള കാര്യം ഏറ്റവും ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. ഈ താന്ത്രിക വിധികളിൽ അവസാന വാക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നിയമപരമായി എങ്ങനെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ദേവസ്വം ബോർഡ് ഈ തന്ത്രി ഈ പാളികൾ കൊണ്ടുപോകുന്ന, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വം ബോർഡിനെ ഈ കാര്യങ്ങൾ അറിയിക്കാൻ ഈ തന്ത്രി തയ്യാറായില്ല. തന്ത്രി അത് അറിഞ്ഞിട്ടും മൗനാനുവാദം നൽകി, ഇത് കൊണ്ടുപോകാൻ മൗനാനുവാദം നൽകി. പാളികൾ കൊണ്ടുപോകുന്നത് മൗനാനുവാദം നൽകിയത് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ട് വെച്ചിട്ടുള്ള ഒരു മുൻ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CD അനിൽ ഇപ്പോൾ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഉന്നയിക്കാൻ പോകുന്നത്. അതുതന്നെയായാലും ഇത് സംബന്ധിച്ച് ഒരു ആചാര ലംഘനം സംബന്ധിച്ച് ഈ കോടതിക്ക് എങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ആചാര ലംഘനം മറ്റുള്ള കാര്യങ്ങൾ നിയമപരമായി നിൽക്കുന്നതാണ്. ദേവസ്വം മാനുവലുണ്ട്. ദേവസ്വം മാനുവലിൽ കൃത്യമായി തന്ത്രിയുടെ കാര്യങ്ങൾ എന്താണ്, തന്ത്രി ക്ഷേത്രത്തിനകത്തെ പൂജകൾ, ആ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വേണ്ടി സഹായിക്കാൻ വരുന്ന ആൾക്കാരെ നോക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ദേവസ്വം മാനുവലിൽ തന്ത്രിക്കുള്ള ഒരു ജോലിയായി പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. തന്നെയായാലും പണമിടപാട് സംബന്ധിച്ചോ മറ്റുള്ള എന്തെങ്കിലും സ്വർണ്ണപ്പാളി വിറ്റ് കുറെ പണം തന്ത്രിക്ക് ലഭിച്ചു എന്ന് സംബന്ധിച്ച ഒരു കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല. ആ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ശരി, നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ചർച്ചയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ ശ്രീ M ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ, D സുരേഷ് കുമാർ CPM, B രാധാകൃഷ്ണ മേനോൻ BJP, മഹേഷ് പണിക്കർ ശില്പി, TK രാജഗോപാൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഇങ്ങനെ നിരവധി അതിഥികൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, കുറ്റകരമായ അനാസ്ഥ മാത്രമല്ല, അയ്യപ്പന്റെ അമൂല്യമായ വസ്തുക്കൾ അന്യായമായി നഷ്ടം വരുത്താൻ ഒത്താശ ചെയ്തു എന്നാണ് ശബരിമല തന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേവന്റെ, അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്. പിതൃസ്ഥാനീയനായ ആൾ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു എന്ന് പറയുന്നതിൽ വലിയ അപമാനം വേറൊന്നുണ്ട്. ശ്രീ അഭിലാഷ്, ഞാൻ ആദ്യം തന്നെ ക്ഷമ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അറിയാതെ എൻ്റെ മുഖത്ത് പുച്ഛം വരികയാണെങ്കിലോ പരിഹാസം വരികയാണെങ്കിലോ നിങ്ങൾ ക്ഷമിക്കണം. ആദ്യം തന്നെ ഒരു വലിയ കൈയടി. അതായത് ശബരിമല അയ്യപ്പന്റെ അനുജ്ഞ മേടിട്ടില്ലെന്ന് SIT കണ്ടെത്തി തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന്. അതെങ്ങനെ അയ്യപ്പൻ SITയോട് പറഞ്ഞോ ഞാൻ അനുജ്ഞ കൊടുത്തില്ല എന്ന്? ആ അയ്യപ്പന്റെ അനുജ്ഞ മേടിക്കാൻ അറിയുന്നതും അതിന്റെ തന്ത്രവിധി അറിയുന്നതും തന്ത്രിയല്ലേ? അത് മേടിച്ചില്ലെന്ന് SITയോട് ആര് പറഞ്ഞു? അയ്യപ്പനവരെ വിളിച്ച് പറഞ്ഞു ഞാൻ അനുമതി കൊടുത്തില്ല എന്ന്. കള്ളത്തരം പറയുന്നതിന് എന്തെങ്കിലും ഒരു മയവും മര്യാദയും വേണ്ടേ? ഞാൻ SITയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഹൈക്കോടതി കണ്ടോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹൈക്കോടതിയിൽ ഇത് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരോട് കാലിൽ തൊട്ട് പ്രണമിച്ച് പറയാനുള്ളത് എന്തൊരു വലിയ കള്ളത്തരമാണ് നടക്കുന്നത്. ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എന്ന് SITക്കാർക്ക് എവിടെ നിന്ന് കണ്ടെത്തി? ഏത് ഭരണഘടനയിൽ കണ്ടുവച്ചാണ് അവരിത് പറഞ്ഞത്? ഏത് IPCയുടെ സെക്ഷനിലാണ് ഈ ആചാര ലംഘനം SITക്കാർ കണ്ടെത്തിയത്? കള്ളം പറയുന്നതിനും മര്യാദയില്ലായ്മ പറയുന്നതിനും കള്ളക്കേസ് എടുക്കുന്നതിനും എന്തെങ്കിലും ബേസ് ഈ നാട്ടിലുണ്ടോ? അതായത് ശബരിമല അയ്യപ്പന്റെ ആചാരങ്ങൾ അറിയുന്ന തന്ത്രി, ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി, അവിടുത്തെ ആചാരങ്ങൾ നിശ്ചയിക്കുന്ന തന്ത്രി SITയുടെ ആചാരം പറഞ്ഞിട്ടാണോ കേൾക്കേണ്ടത്?
കള്ളത്തരം പറയുന്നതിന് എന്തെങ്കിലും മാന്യതയുണ്ടോ? ഞാൻ ആദ്യം തന്നെ മാതൃഭൂമിയെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാര്യം ഞങ്ങളെല്ലാം ഒന്ന് പേടിച്ചിരുന്നത് ഏതെങ്കിലും രീതിയിൽ തന്ത്രിക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടി, തന്ത്രിയുമായിട്ട് മണി ട്രെയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിനേക്കാൾ കേസുണ്ടോ? ഒരു കാര്യം കൂടെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണം നോക്കൂ, ഇത് റിമാൻഡ് റിപ്പോർട്ട് മാത്രമാണ്. അതൊക്കെ SIT അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടുത്തെ ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ച് പറ, എത്രയോ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അഭിലാഷ് പറ, അഭിലാഷിന്റെ പ്രേക്ഷകരോട് പറ. ആളുകളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതൊക്കെ എന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണോ? രാഹുൽ വിഷയം മാറ്റരുതേ, വിഷയം മാറ്റരുത്. ഇവിടുത്തെ ചോദ്യം രാഹുൽ എന്തിനാ അറസ്റ്റ് ചെയ്തു എന്ന പ്രശ്നത്തിലേക്ക് വരും. എന്തിനാ അറസ്റ്റ് ചെയ്തത്? തന്ത്രിക്ക് നടന്നു SITക്ക് എങ്ങനെ അറിയാം? ആചാര ലംഘനങ്ങൾ നടന്നു എന്ന SIT അവിടെ മൊഴികൾ സ്വീകരിച്ചിട്ടായിരിക്കും. എങ്ങനെയാണ് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലെ ഒരു കാര്യം? ചോദ്യം രാഹുൽ ഒരു സെക്കൻഡ്, ഞാൻ പ്രകോപനമല്ല, നല്ല ഭാഷയിൽ പറയാം. ബഹുമാനപ്പെട്ട SITയോട് ഏറ്റവും ആദരവോടുകൂടി പറയാനുള്ളത്, ആചാരം എന്താണെന്നും ആചാര കാര്യങ്ങൾ എന്താണെന്നും തീരുമാനിക്കുന്നത് ആ ക്ഷേത്രത്തിലെ തന്ത്രിയും യജമാനനും അവിടുത്തെ മേൽശാന്തിമാരും കൂടിയാണ്. അതിന്റെ പരമാധികാരിയായ തന്ത്രി ആചാരം തെറ്റിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് ആചാരം തെറ്റിച്ചു എന്ന് പറഞ്ഞല്ല അറസ്റ്റ് ചെയ്തത്. രാഹുലെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? പറയാൻ സമ്മതിക്ക്. ആചാരമനുസരിച്ച് ദേവന്റെ അനുജ്ഞ വാങ്ങിയതിന് ശേഷമാണ് ശ്രീകോവിലിലെ വസ്തുക്കൾ പുറത്തെടുത്ത് അറ്റകുറ്റപ്പണിക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്ത്രിക്ക് അറിയാം. അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഇല്ല എന്ന് തന്ത്രിക്ക് അറിയാം. പക്ഷേ അദ്ദേഹം ഈ സ്വർണം കൊടുത്തു വിടുന്നതിന് കൂട്ടുനിന്നു, ഒത്താശ ചെയ്തു. അദ്ദേഹം മഹസറിൽ ഒപ്പിട്ടു. രാഹുൽ ഈശ്വറെ, അദ്ദേഹം മഹസറിൽ ഒപ്പിട്ടു. തന്ത്രിയുടെ ഒപ്പില്ലാതെ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. തന്ത്രിയുടെ ഒപ്പില്ലാതെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ? തന്ത്രി ഇത് ഓരോ നടപടിക്രമവും താന്ത്രികമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്ത്രി അകത്തിരുന്ന സാധനം എടുത്ത് കൊടുത്തന്നേ, എന്നിട്ട് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി ഒത്താശ ചെയ്തു, അതിന് ഗൂഢാലോചന നടത്തി. അതാണ് തന്ത്രിക്കെതിരെയുള്ള ചാർജ്. അല്ലാതെ ആചാരം ലംഘിച്ചതിനല്ല. ആചാരം ലംഘിച്ചതിന് IPCയിൽ ശിക്ഷയൊന്നുമില്ലല്ലോ. ഇനി മറുപടി പറഞ്ഞോട്ടെ. അഭിലാഷ് തുടങ്ങിയത് എന്താണ്? ആദ്യ വരി ദേവന്റെ അനുജ്ഞ മേടിച്ചില്ലെന്ന്. അത് SITക്കാരോട് ആര് പറഞ്ഞു? അയ്യപ്പ സ്വാമി ഒന്ന് പറഞ്ഞോ SITക്കാരോട്? ഒരു വരി പറയട്ടെ. നിങ്ങളുടെ ചോദ്യത്തിന്റെ 10 സമയം തരൂ. നിങ്ങൾ ഓരോ മലയാളികളും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഓരോ മലയാളിയും ഓരോ അയ്യപ്പ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 2 വരി കേൾക്കണം. അതായത് അയ്യപ്പൻ അനുജ്ഞ കൊടുത്തില്ലെന്ന് അയ്യപ്പൻ SITക്ക് മൊഴി കൊടുത്തോ? അടിസ്ഥാനങ്ങൾ അറിയാതെ സംസാരിക്കരുത്. അതായത് ഇതിന്റെ അടിസ്ഥാനങ്ങൾ അറിയാതെ സംസാരിക്കരുത്. അനുജ്ഞ എന്ന് പറഞ്ഞാൽ ദേവനും തന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിന്റെ ഭാഗമായി അയ്യപ്പ സ്വാമിയോട് തന്ത്രി അനുമതി ചോദിക്കുന്നു. അത് മെസ്സേജ് അയച്ചു, ഇമെയിൽ അയച്ചു അല്ല, നിലവിളിച്ചോണ്ടല്ല ചോദിക്കുന്നത്, ധ്യാനത്തിലാണ് ചോദിക്കുന്നത്. അത് പരികർമ്മികൾ ഇല്ല എന്ന് പറഞ്ഞോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ഒറ്റ കാര്യം, മാതൃഭൂമിയെ അഭിനന്ദിക്കുന്നു. ഒരു മൊഴി കൊടുത്തോ ഇല്ലയോ എന്ന് രാഹുൽ അന്വേഷിച്ചോ? അറിഞ്ഞോ? അറിയില്ലോ. നിങ്ങളുടെ മാതൃഭൂമി ചാനലിൽ എനിക്ക് വിശ്വാസമാണ്. പറയണേ എന്റെ അഭിലാഷയെ ഒന്ന് ഞാൻ പറയണ കേൾപ്പിക്കൂ. സാധാരണ ജനങ്ങൾ ഈ കള്ളത്തരം മനസ്സിലാക്കട്ടെ. ഇപ്പോൾ വ്യക്തമായില്ലേ യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയെ കുടുക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന്. അതായത് അനുജ്ഞ മേടിച്ചില്ല, ആചാരങ്ങൾ നോക്കാതെ കൊടുത്തു വിട്ടു, സ്വർണ്ണപ്പാളി കൊടുക്കുന്നത് തടഞ്ഞില്ല എന്ന് തന്ത്രിക്ക് എങ്ങനെ അറിയാം ഇയാൾ വോട്ടിക്കാൻ പോവാണെന്ന്? ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെ അറിയാം തന്ത്രിക്ക്? തന്ത്രിക്ക് എന്തായാലും ഉത്തരവാദിത്തം. വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോ ഇതൊന്നും ആയിരുന്നില്ലല്ലോ. അവരുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ഉത്തരവാദിത്തമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ആചാരപരമായ കാര്യങ്ങളാണ് തന്ത്രിയുടെ. ഇനി പോയിന്റ് ആചാരപരമായ കാര്യങ്ങൾ തന്ത്രി ചെയ്യണം എന്ന് താങ്കൾ പറഞ്ഞു. ആചാരപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആചാരപരമായ കാര്യങ്ങൾ ചെയ്യാതെയാണ് തന്ത്രി ഇതെടുത്ത് വെയിറ്റ് ചെയ്യൂ. ബാക്കിയുള്ള പാനലിസ്റ്റോടും കൂടെയാണ്. അതായത് എല്ലാ അമ്പലത്തിലും 2 രീതിയിലാണ് കാര്യങ്ങൾ. ആചാരപരം, അഡ്മിനിസ്ട്രേറ്റീവ്. ആചാര കാര്യങ്ങൾ തന്ത്രിയാണ് തീരുമാനിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത്. ഏത് പൂജ വേണമെന്ന് തീരുമാനിക്കുന്ന തന്ത്രിയാണ്. പക്ഷെ ആ പൂജയ്ക്ക് ഏത് പൂവ് വേണമെന്ന് തന്ത്രിക്ക് തീരുമാനിക്കാമെങ്കിലും ആ പൂവ് എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അതായത് ഒരമ്പലത്തിൽ ഇന്ന പൂവ് വേണമെന്ന് തന്ത്രി പറഞ്ഞാൽ അത് എവിടെ നിന്ന് മേടിക്കുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡാണ്. ആ പൂവിന്റെ കാര്യത്തിൽ ഒരു അഴിമതി ഉണ്ടായാൽ തന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല.
കാര്യം തന്ത്രി റിച്വലിസ്റ്റിക് ഫാദർ ആണ്, തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് അല്ല. ആചാരങ്ങളിലാണ് തന്ത്രി, ഉത്തരവാദിത്തമില്ല. റിച്വലിസ്റ്റിക് ആയ കാര്യങ്ങൾ എന്നിട്ട് തന്ത്രി ചെയ്ത ഒരൊറ്റ സെക്കൻഡ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാര ലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര 1ഉം 10ഉം പ്രതികൾക്കും മറ്റും അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യക്തമായി അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളതിനാൽ ഈ കേസിലേക്ക് 13ആം പ്രതി തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് അനിവാര്യമാണ്. ഗൂഢാലോചന നടത്തി അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് തന്ത്രിക്കെതിരെയുള്ള ചാർജ്. തന്ത്രി ആചാരപരമല്ല എന്ന് SIT ആർക്ക് മൊഴി കൊടുത്തു? SITക്ക് ആരാ മൊഴി കൊടുത്തേ? തന്ത്രി ആചാരങ്ങൾ പാലിച്ചില്ലെന്ന് മൊഴിയെടുത്തു എന്നുള്ളത് SIT പറയട്ടെ. ആരാണ് തന്ത്രി? ആചാര കാര്യങ്ങളിൽ തന്ത്രി കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് SIT നടത്തുന്നത്. കേരള ഹൈക്കോടതിയുടെ അറിയാം ശബരിമലയിലെ ആചാരം എന്താണെന്ന്. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് SIT അന്വേഷിക്കുന്നത്. ശബരിമലയിലെ ആചാരം എന്താണ്? കോടതിയെ ബോധിപ്പിച്ച പോലെ ആര് മൊഴി കൊടുത്തത്? കോടതിയെ ബോധിപ്പിച്ച പോലെ ആര് മൊഴി കൊടുത്തു? തീർച്ചയായിട്ടും. ഇനി ഒരു കാര്യം ബോധിപ്പിക്കണോ? അല്ല, ഒരു കാര്യം കൂടെ. നാളെ കോടതി തിരിഞ്ഞ് തന്ത്രിക്കെതിരെ പരാമർശം പറയുകയാണെങ്കിൽ അങ്ങയുടെ ചാനലിനടക്കം വന്നിരുന്ന് ഞങ്ങൾ തന്ത്രിയെ തള്ളിപ്പറയും. ഒരു മടിയില്ല. കണ്ഠരര് രാജീവനും ഞാനും പരസ്യമായി വിയോജിച്ചിട്ടുള്ള വ്യക്തികളാണ്. ശബരിമല യുവതി പ്രവേശന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഒരു സംശയവുമില്ല, അയ്യപ്പനാണ് വലുത്, തന്ത്രിയല്ല. പക്ഷേ ഒരാളെ പുറകെ നടന്ന് കൊടുക്കരുത്, കള്ളക്കേസിൽ പെടുത്തരുത്. അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും കള്ളക്കേസിൽ പെടുത്തരുത്. അതുകൊണ്ട് കണ്ഠരര് രാജീവനോട് വ്യക്തിബന്ധമുള്ളതുകൊണ്ടോ ഇഷ്ടമുള്ളതുകൊണ്ടോ അല്ല പറയുന്നത്. കണ്ഠരര് രാജീവർ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരപരാധിയാണ്. രാഹുലെ SITക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. രാഹുലിന് ലഭ്യമായ വിവരം ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ? SIT എന്ന് പറയുന്ന സംവിധാനം കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിതാന്ത നിരീക്ഷണത്തിലാണ്. ഇന്ന് വരെ ദേവസ്വം ബെഞ്ചിന് അന്വേഷണ സംഘത്തെ കുറിച്ച് ഒരു മതിപ്പ് കുറവില്ല. കേരള ഹൈക്കോടതിയുടെ സ്കാനറിൽ, കേരള ഹൈക്കോടതിയുടെ റഡാറിൽ നടക്കുന്ന അന്വേഷണമാണിത്. ആ അന്വേഷണത്തിൽ ഉടനെ പിന്നെ SITക്ക് നിയമം അറിയില്ല, SITക്ക് ആചാരം അറിയില്ല. SITക്ക് എങ്ങനെ ആചാരം അറിയുന്നത്? അല്ല, ആചാരത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ തന്ത്രി സ്വർണം കടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയിട്ടല്ലേ അറസ്റ്റ് ചെയ്തത്? സ്വർണം കടത്തിയതിന് ഗൂഢാലോചന, കുറ്റകരമായ ഗൂഢാലോചന തന്ത്രി നടത്തി എന്നാണ് SIT പറയുന്നത്. SIT ആ കാര്യം കോടതിയെ ബോധിപ്പിക്കട്ടെ. സർ, തന്ത്രിക്ക് എങ്ങനെ അറിയാം? അതാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ, കോടതി തന്ത്രിക്കെതിരെ പരാമർശം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആരും തന്ത്രിയെ ന്യായീകരിക്കില്ല, ഡിഫെൻഡ് ചെയ്യില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കോടതി തന്ത്രിക്കെതിരെ പരാമർശവുമായി വന്നാൽ ഞങ്ങൾ ആരും ന്യായീകരിക്കില്ല. ഇത് ഫ്രിവിലസ് കേസാണ്, കള്ളക്കേസാണ്, കുടുക്കാനുള്ള കേസാണ്. കോടതി നിരീക്ഷണത്തിലാണല്ലോ രാഹുൽ ഈശ്വർ കേസ്. കോടതിയുടെ ഒബ്സർവേഷൻ വരട്ടെ. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് ജയകുമാറിന്റെയും ഒബ്സർവേഷൻ വരട്ടെ. ആചാര ലംഘനത്തിന് ആദ്യമായിട്ടാണ് ഇന്ത്യ കേസെടുക്കുന്നത്. ആചാര ലംഘനത്തിന് കേസെടുക്കാൻ എന്തായാലും ഭാരത് ന്യായ സംഹിതയിൽ വകുപ്പൊന്നുമില്ലല്ലോ. ആചാര ലംഘനത്തിനല്ല കേസെടുത്തിരിക്കുന്നത്. എന്തിനാണ് കേസെടുത്തിരിക്കുന്നത്? ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ കടത്തിയതിനാണ്. ദേവസ്വം ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് അന്യായമായ ലാഭവും ഉണ്ടാക്കി കൊടുത്തതിനാണ്. രാഹുൽ ഈശ്വർ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ആചാര ലംഘനത്തിനല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ കടത്തിയതിന്, ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടം ഉണ്ടാക്കിയതിന്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും അന്യായമായ ലാഭം ഉണ്ടാക്കിയതിന് അതിനാണ് അറസ്റ്റ്. ആചാര ലംഘനത്തിലാണ് അറസ്റ്റ് എന്ന് പറയരുത്. ദേവന്റെ മേടിക്കാതെ അല്ലെങ്കിൽ അനുമതി മേടിക്കാതെ തന്ത്രി ഈ പാളികൾ എടുത്തു കൊടുക്കാൻ നിന്നു എന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ല. ദേവൻ അനുമതി കൊടുത്തില്ലെന്ന് SITയോട് ആര് പറഞ്ഞു? അയ്യപ്പൻ വന്ന് പറഞ്ഞോ? ആണെങ്കിൽ പോലും എന്തിന് തന്ത്രി ഇതിന് കൂട്ടുനിന്നു? തന്ത്രി എന്തിന് ഇതിന് ഒത്താശ നൽകി? അതാണ് തന്ത്രി ഉത്തരം പറയേണ്ട കാര്യം. അതിന് ഉത്തരം പറയാൻ തന്ത്രിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്യില്ലായിരുന്നല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കടത്താൻ ഒത്താശ ചെയ്തതിനുമാണ് തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജലഹള്ളിയിൽ നിന്ന് കണ്ഠരര് രാജീവര് കൊണ്ടുവന്നെങ്കിൽ 2019 അയാൾ ഒരു കള്ളം ചെയ്തതിന് ഇയാൾ എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത്? എന്തെങ്കിലും ലോജിക്? 2007 കൊണ്ടുവന്നതിനല്ല,
2007 കൊണ്ടുവന്നതിനല്ല. 2019 ശരി. അഭിലാഷ് ഒരു കാര്യം ഈ കൊള്ളക്ക് കൂട്ടുന്നതിനാണ്. തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയ റിപ്പോർട്ടിലുണ്ടോ? എന്റെ പൊന്ന് രാഹുൽ ഈശ്വർ അഡ്വക്കേറ്റ് അല്ലേ? ഒരു കസ്റ്റഡി അപേക്ഷയിലാണോ തന്ത്രി ഉണ്ടാക്കിയ ലാഭത്തിന്റെ കണക്ക് പറയുന്നത്? കുറ്റപത്രം കൊടുക്കുമ്പോൾ അറിയാം. മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ലാന്ന്. മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു. അല്ലല്ല, അത് നമുക്ക് ചാർജ് കൊടുക്കുമ്പോൾ അറിയാം. റിമാൻഡ് റിപ്പോർട്ടിലാണോ അന്യായമായ ലാഭം ഉണ്ടാക്കിയ കാര്യമൊക്കെ എഴുതി വെക്കുക. അന്വേഷണം തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഫ്രിവലസ് കേസിൽ എന്തിനാ അറസ്റ്റ് ചെയ്തത്? ഇത്തരം ഫ്രിവലസ് കേസിൽ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിപ്പോ അമ്മാവനെ അറസ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പൊള്ളിയാൽ എങ്ങനെ ശരിയാവും? ഇത്രയും നാൾ അറസ്റ്റ് സത്യസന്ധമായി ഇത്രയും നാൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അന്വേഷണ സംഘത്തിന്. ഇത്രയും നാൾ അന്വേഷണ സംഘത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും നാൾ കോടതിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും നാൾ ശരിയായ ദിശയിലായിരുന്നല്ലോ അന്വേഷണം. വളഞ്ഞ വഴിയാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. എവിടെ വളഞ്ഞ വഴി? എന്ത് വളഞ്ഞ വഴി? ദേവന്റെ അനുമതി മേടിക്കാത്തതിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗൂഢാലോചന നടത്തി സ്വർണ്ണം കൊണ്ടുപോകാൻ കൂട്ടുന്നതിനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത്. ആഗ്രഹമുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണം എടുത്തു കൊടുത്തതിനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഗൂഢാലോചന നടത്തി ബോർഡിന് നഷ്ടമുണ്ടാക്കിയതിനാണ്. ശബരിമലയ്ക്ക് നഷ്ടമുണ്ടാക്കിയതിനാണ്. എന്തോ അഭിലാഷേ പറയണേ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയാണോ സ്വർണ്ണം എടുത്തു കൊടുക്കുന്നത്? ദേവസ്വം ബോർഡല്ലേ തന്ത്രി പ്രൊസീജിയറിന്റെ ഭാഗമായി ഒപ്പിടുന്നത്. തന്ത്രി അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. തന്ത്രിയുടെ അനുജ്ഞയോടുകൂടി, തന്ത്രിയുടെ ഒപ്പോടുകൂടി, തന്ത്രിയല്ലേ മഹസറിന് ഒപ്പിട്ടിരിക്കുന്നത്. തന്ത്രിയല്ലേ ഒപ്പിടേണ്ടത്. ദേവനൊന്നും ഒപ്പിടാൻ പറ്റില്ലല്ലോ. ഇല്ല, അനുമതി ദേവൻ കൊടുക്കും. അതൊരു പ്രൊസീജിയർ ആണ്. ദേവസ്വം ബോർഡുകാര് തന്ത്രിക്ക് റിക്വസ്റ്റ് കൊടുത്താൽ തന്ത്രിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റും. എന്തായാലും അയ്യപ്പനൊന്നും ഒപ്പിടാൻ പറ്റില്ലല്ലോ. ശരിക്കും ഒരു ഉൾക്കുത്ത് തോന്നുന്നില്ലേ? അഭിലാഷ് ശരിക്കും ഉള്ള ഒരു ഉൾക്കുത്ത് തോന്നുന്നില്ലേ? കാര്യത്തിന് ശബരിമല അയ്യപ്പന്റെ ന്യായീകരിക്കുന്നത് രാഹുൽ ഈശ്വറെ താങ്കൾക്കാണ് ന്യായീകരിക്കുന്നത്. വിശ്വാസിയാണെങ്കിൽ താങ്കൾക്കാണ് തോന്നേണ്ടത്. വിശ്വാസിയാണെങ്കിൽ താങ്കൾക്കാണ് ആ ഉൾക്കുത്ത് തോന്നേണ്ടത്. റിക്വസ്റ്റ് മാത്രമാണ്. ഒരു അയ്യപ്പ ഭക്തന്റെ നിലയിൽ ഹൈക്കോടതി അയ്യപ്പ ഭക്തന് കൂറുണ്ടാവേണ്ടത് രാഹുൽ ഈശ്വരെ അയ്യപ്പനോടാണ്. അയ്യപ്പ ഭക്തനാണെങ്കിൽ അയ്യപ്പ ഭക്തന് ഭക്തിയും കൂറും വിശ്വാസവും ഉണ്ടാവേണ്ടത് അയ്യപ്പനോടാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടണം. കരിവാരി തേക്കുകയാണ് പ്രതീക്ഷ. നമുക്ക് രാഹുൽ ഈശ്വർ വിശ്വാസിയാണെങ്കിൽ കൂറും വിശ്വസ്തതയും ഒക്കെ പുലർത്തേണ്ടത് അയ്യപ്പനോടാണ്. നോക്കൂ, അയ്യപ്പനോട് വിശ്വാസം അതുകൊണ്ടാണ് പറയുന്നത്. നാളെ കോടതി തന്ത്രിക്കെതിരെ പരാമർശം വന്നാൽ ഞങ്ങൾ പരസ്യമായി തള്ളിപ്പറയും. നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവനോ ജസ്റ്റിസ് ജയകുമാർ സാറോ അവരാണല്ലോ പരാതിക്കാർ. ശബരിമല തന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ ഞങ്ങളടക്കം പരസ്യമായി തള്ളിപ്പറയും. വിഴുങ്ങാൻ തയ്യാറായിക്കോണം. അനുബന്ധ വാളികളും മറ്റും കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്ക് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും കേസുണ്ടോ? ഗൂഢാലോചന നടത്തിയതിന് കേസുണ്ടല്ലോ. എന്ത് കേസ്? എന്ത് ഗൂഢാലോചന? മൗനാനുവാദം നൽകിയതാണോ ഗൂഢാലോചന? ഗൂഢാലോചന നടത്തിയതിന് കേസെടുത്താലോ? ശ്രീ അഭിലാഷേ, തന്ത്രിയെ കുടുക്കി ബാക്കി ആൾക്കാരിലേക്ക് വരാതിരിക്കാനുള്ള തന്ത്രമാണ്. വിശ്വാസമുണ്ട്. ഹൈക്കോടതിയിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാ പറയുന്നത്. ഹൈക്കോടതിയിൽ പൊളിഞ്ഞു വീഴും. അയ്യപ്പനിൽ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? അയ്യോ, 100%. അയ്യപ്പന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് 5 സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ ഉത്തരവ് ഞങ്ങൾ മറികടന്നത്. ആ അയ്യപ്പൻ ഈ വിഷമഘട്ടങ്ങൾ കടത്തിത്തറിയാതെ തന്നെ ചെയ്യും ഉറപ്പായിട്ട്. അതെ, അത് നമുക്ക് നോക്കാം. എന്തായാലും ഹൈക്കോടതിയുടെ മുമ്പിലും എത്തുമല്ലോ. ഇപ്പൊ എന്തായാലും കോടതികളുടെ മുമ്പിലുണ്ട്. അവര് പരിശോധിക്കട്ടെ. ഇവിടെ ഇപ്പോ ഒരു അന്വേഷണ സംഘമല്ലേ രാഹുൽ ഈശ്വർ? ആ അന്വേഷണ സംഘം അങ്ങനെയാണെങ്കിൽ നാളെ പത്മകുമാറിന് ഇതേ ന്യായം പറഞ്ഞൂടെ? ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തപ്പം മിനിറ്റ്സിലൊന്ന് ഒപ്പിട്ട് പോയി. മിനിറ്റ്സിൽ ഒപ്പിട്ടതിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയട്ടെ. സമാധാനത്തോട് ശ്രീ പത്മകുമാർ സാറിനുള്ളത്. ഞാൻ സമാധാനത്തോടെ ഒരു കാര്യം പറയാം. ക്ഷമിക്കണം സമയം എടുക്കുന്നതിന്. പത്മകുമാർ സാറിനും വാസു സാറിനും എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയോ ഡ്യൂട്ടി പരമായ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ആണ്. തന്ത്രിക്ക് ഇതിലില്ല. കാര്യം ഇതൊരു ആചാരപരമായ കാര്യമല്ല. നാളെ പൂജയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുമോ? ആചാരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുമോ? സാക്ഷാൽ പിണറായി വിജയൻ അവർ വിചാരിച്ചിട്ട് പോലും കണ്ഠരര് രാജീവര് ധൈര്യത്തോടെ എണീച്ചതെന്ന് പറഞ്ഞതാണ് യുവതികൾ കയറിയാൽ ഞാൻ നട അടിച്ചിട്ട് പോകുമെന്ന്. അത് പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ്
കണ്ഠരര് രാജീവര്. അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ അവിടെ ആചാര ലംഘനമോ വിശ്വാസ ലംഘനമോ നടന്നാൽ താൻ അവിടെ നടയടച്ചിട്ട് പോകുമെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് അദ്ദേഹത്തിന് വിശ്വാസം, ആചാരം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് അവകാശം. അഡ്മിനിസ്ട്രേറ്റീവായ ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല. ഈ പോയിന്റുകൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കോടതികൾ ശ്രദ്ധിക്കുമെന്നും വിശിഷ്യ ഹൈക്കോടതി ശ്രദ്ധിക്കുമെന്നും അഡ്മിനിസ്ട്രേറ്റീവായ വീഴ്ചയ്ക്ക് ആചാര കാര്യങ്ങളിൽ ഇടപെടുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്, ഫോക്കസ് തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ദേവന്റെ അനുജ്ഞ എന്തായാലും SITയോട് ദേവൻ പറഞ്ഞു കാണില്ല. ബാക്കി ആരോട് പറഞ്ഞാലും അയ്യപ്പസ്വാമിയുടെ അനുജ്ഞയുടെ ഡീറ്റെയിൽസ് SITക്ക് കിട്ടിക്കാണില്ലെന്ന് മിനിമം അമ്പലങ്ങളെ അറിയാമെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത്ര നിലയില്ലാത്ത കള്ളക്കേസ് എടുക്കരുത്. ഇത് നിങ്ങൾ മീഡിയക്കാർ എണീച്ച് നിന്ന് എതിർക്കണം. ഇത് വളരെ ഫ്രിവിലസ് കേസാണ് എന്ന കാര്യത്തിൽ തന്ത്രി എന്താണ് SITക്ക് മൊഴി കൊടുത്തത് എന്നെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്റെ രാഹുൽ ഈശ്വര, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷിച്ചു. അത് ഈ നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് അന്വേഷിച്ചു, ഇല്ലെങ്കിൽ കോടതി നടക്കുന്ന ഇൻ ക്യാമറ പ്രൊസീഡിംഗ് നമ്മൾ എങ്ങനെ അറിയാനാ? നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അഭിലാഷ് ഒരു ഡി മണിയെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ഡി മണിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയില്ലേ? ഡി മണി ഭയങ്കര ദാവൂദ് മണി എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തില്ലേ? ഡി മണിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി. ആ മാധ്യമങ്ങളിലൂടെ ആരെയും വേട്ടയാടുന്നത്. ഒരു കാര്യം കൂടെ, ഇത് ശങ്കർദാസ് സാറിനെയും ചെയ്യരുത്. 83 വയസ്സായ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ പിടിച്ച് ജയിലിൽ ഇടരുത്. ഇത് പറയുന്നതിന്റെ കാര്യം എനിക്ക് ശങ്കർദാസ് സാറിനെ പരിചയമുള്ളതുകൊണ്ടല്ല, മിനിമം മനുഷ്യത്വമാണ്. ട്രയൽ വരട്ടെ, അതിനു മുമ്പ് ആൾക്കാരെ പിടിച്ചിട്ട് ഒരു മീഡിയ പബ്ലിസിറ്റിയോ മീഡിയ ഒരു ഇമ്പാക്റ്റോ ഉണ്ടാക്കാൻ വേണ്ടി ഈ കാര്യം ചെയ്യരുത്. ബാധകമാണ്. ശങ്കർദാസിന് മാത്രമാണോ ബാധകം? അതോ എല്ലാവർക്കും ബാധകമാണ്? അല്ലെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടാണ് ഞാൻ ഇന്നും പത്മകുമാർ സാറിന് വിളിക്കുന്നത്, ഇന്നും വാസു സാറിന് വിളിക്കുന്നത്. അതിന് എന്നെ ആൾക്കാർ ചീത്ത വിളിക്കാറുണ്ട്. ഇത് മനുഷ്യരല്ലേ? മാത്രമല്ല അഭിലാഷ് ഓർക്കേണ്ട കാര്യം എന്താ അറിയാമോ? ഇവരെല്ലാമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അമ്പലങ്ങളുള്ളവരാ. ശബരിമല തന്ത്രിമാർക്ക് ലോകത്ത് 16-15 രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട്, ആയിരക്കണക്കിന് അമ്പലങ്ങളുണ്ട്. അവരെ എല്ലാം ഇത് അഫക്ട് ചെയ്യും. ഇവരെ നിങ്ങൾ മീഡിയക്കാർ കരിവാരിത്തേക്കുമ്പോ ഇത്രയും അമ്പലങ്ങളെ കൂടാ ബാധിക്കുന്നേ. ഇതൊരു എക്കോസിസ്റ്റത്തെ തകർക്കലാണ്, ഹിന്ദു വിശ്വാസത്തെ തകർക്കലാണ്. പണ്ട് ഞാൻ ഒരു 10-15 കൊല്ലം മുമ്പ് പത്രത്തിന്റെ 1-ാം പേജിൽ വന്ന ജസ്റ്റിസ് പരിപൂർണനും അന്നത്തെ തന്ത്രിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഓർത്തുപോവാണ്. അന്ന് പത്രത്തിന്റെ 1-ാം പേജിൽ വന്നത് ജസ്റ്റിസ് പരിപൂർണൻ സ്വാമി ശബരിമല തന്ത്രിയോട് ചോദിച്ചു, ഗായത്രി മന്ത്രം ചൊല്ലാമോ എന്ന്. അപ്പോ ഗായത്രി മന്ത്രം അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്, ഗണപതിയുടെ നാളിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ചില പോരായ്മകൾ വന്നു കണ്ടു മഹേശ്വർ തുറന്ന് സമ്മതിച്ചതല്ലേ? പരിപൂർണൻ സ്വാമി കൂടിയായ കണ്ടു മഹേശ്വർ സമ്മതിക്കുകയും മറ്റും ചെയ്തതല്ലേ? ഇത് ശരി, ഇതായിരുന്നോ ഗായത്രി മന്ത്രം എന്ന് തന്ത്രി ചോദിച്ചു. ഗണപതിയുടെ നാളിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ്. മഹേശ്വർ അടക്കം ഉള്ള കീർത്തി, മഹേശ്വർ അടക്കം അത്തരം കാര്യങ്ങൾ ഓണപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത്. അല്ല, അത് ലോകമെമ്പാടുമുള്ള കീർത്തി ഇപ്പൊ ഈ അറസ്റ്റ് കൊണ്ട് പോകുന്നു പറഞ്ഞതുകൊണ്ട് പറഞ്ഞത്, അല്ലാതെ അത് പറയാൻ വിചാരിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഭയങ്കര കീർത്തിയാണ്. അതിപ്പോ ഈ ഇദ്ദേഹത്തിന്റെ അറസ്റ്റിലോടുകൂടി കീർത്തിയൊക്കെ നഷ്ടപ്പെടും, ലോകത്തെല്ലായിടത്തും വലിയ പ്രശ്നം ഉണ്ടാവും പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. ഇദ്ദേഹത്തെ കുടുക്കിയതാണെന്ന് അവസാന ഹൈക്കോടതി വിധിയും വന്നിട്ടുണ്ട്, അതും മറക്കണ്ട. ഞാൻ ആ കേസിനെ കുറിച്ച് ഈ ബന്ധപ്പെട്ട മന്ത്രവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് പരിപൂർണനും അദ്ദേഹവും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ കേസിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കില്ല. എനിക്കൊരു ശ്രീ ഡി സുരേഷ് കുമാർ തന്ത്രിയെ വേട്ടയാടുകയാണ്, അന്വേഷണത്തെ വഴിതെറ്റിക്കുകയാണ്, ഇതൊരു പുതിയ തന്ത്രമാണെന്നുള്ളതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന ആക്ഷേപം. പെട്ടെന്ന് മറുപടി. രാഹുൽ ഈശ്വർ എക്സ്ട്രീമിസ്റ്റായി വികാരപരമായി സംസാരിച്ചതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ട്രയൽ വരട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അനിഷ്ടമായ എന്തെങ്കിലും ശബരിമലയിൽ സംഭവിച്ചാൽ ഞാൻ നടയടച്ചിട്ട് പോകും എന്ന് ഇതേ തന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചത് അദ്ദേഹം ഇവിടെ സന്ദർഭവശാൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിൽ അവിടെ ഈ സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കാൻ വേണ്ടി ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ, ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ, അപ്പോൾ അദ്ദേഹത്തിന് ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ പറയാമായിരുന്നു. കാരണം ശബരിമലയിലെ അവസാന വാക്കെന്ന് പറയുന്നത് തന്ത്രിയുടേതാണ് എന്നത് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ തന്നെ ഇവിടെ അടിവരയിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും അതുപോലെ തന്നെ ആചാരപരമായിട്ടുള്ള മറ്റൊരു കേന്ദ്രവുമാണ്. ഇത് രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ മാത്രമേ ശബരിമലയിലെ കാര്യങ്ങൾ വിഘ്നം കൂടാതെ നടക്കുകയുള്ളൂ എന്ന് ശബരിമലയെ ആരാധിക്കുന്ന ഏതൊരു ഭക്തനും അറിയാവുന്നതാണ്. ഏതൊരു കേരളീയനും മലയാളിക്കും ശബരിമലയെക്കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറേ കാലമായി CPMന്റെ പ്രതിനിധികളായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത്രമാത്രം എക്സ്ട്രീമിസ്റ്റായി സംസാരിച്ചിട്ടില്ല.
ഞാനിന്നത് വരെ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട CPM-ൻ്റെ നേതാക്കന്മാരുമായി എനിക്ക് അടുത്ത പരിചയമില്ല, ഒരാളൊഴികെ. പക്ഷേ ഞങ്ങൾക്കാർക്കും ഇത്രയും എക്സ്ട്രീമിസ്റ്റായി സംസാരിക്കാൻ കഴിയാതിരുന്നത് ഞങ്ങൾ വ്യക്തമായി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്ന നിലപാട് CPM സ്വീകരിക്കുകയില്ല എന്ന്. ഇന്ന് എന്തിനാ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ യു-ടേൺ അടിക്കുന്നത്? അത് ഈ കാര്യങ്ങളിൽ CPM പറഞ്ഞ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. SITയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോടതി തന്നെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. യാതൊരു വിധത്തിലുള്ള ബാഹ്യസമ്മർദ്ദവും SITക്ക് മേലില്ല എന്നുള്ളത് ഇന്ത്യയിലെയും കേരളത്തിലെയും മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കുറച്ചാളുകളെ കുറച്ചു കാലത്തേക്ക് വേണ്ടി മാത്രം പറ്റിക്കാൻ കഴിയും. അതാണ് രാഷ്ട്രീയ എതിരാളികൾ, ഞാനത് സൂചിപ്പിക്കുന്നില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിനിധികൾ കഴിഞ്ഞ കുറെ കാലമായി ഈ അപരാധം മുഴുവനും CPM-ന്റെയും അതിന്റെ നേതാക്കന്മാരുടെയും തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായ പരിശ്രമം നടത്തി. ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുമ്പോൾ ചിലർക്ക് വിറളി ഉണ്ടാകുന്നുണ്ട്. അത് പ്രശ്നമല്ല. എന്നുള്ളതുകൊണ്ട് പത്മകുമാറും വാസുവും വിജയകുമാറും ഒക്കെ അറസ്റ്റിലായത് ഇല്ലാതാവുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ടി കെ രാജഗോപാൽ, ഇതൊരു പ്രതീക്ഷിച്ചിരുന്ന ട്വിസ്റ്റാണ്. തന്ത്രി ഈ കേസിൽ വന്നേക്കും എന്ന സൂചന തുടക്കം മുതലേ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം മഹാസറിൽ ഒപ്പിട്ടിട്ടുണ്ട്. തന്ത്രി അറിയാതെ ശ്രീകോവിലിലെ വിശിഷ്ട വസ്തുക്കൾ പുറത്തു കൊണ്ടുപോവുക എന്നുള്ളത് അസാധ്യവുമാണ്. എത്രമാത്രമുണ്ട് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്നുള്ള കാര്യത്തിലെ തർക്കമുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ അറസ്റ്റോടുകൂടി അതിലും വ്യക്തത വരികയാണോ? തീർച്ചയായിട്ടും അഭിലാഷേ, എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ വാദം കേട്ടിട്ട് എനിക്ക് ആകപ്പാടെ ഒരു കൺഫ്യൂഷനായി തീരുകയാണ്. അദ്ദേഹം എന്തായി പറയുന്നത്? തന്ത്രിയുടെ അനുജ്ഞയല്ല, തന്ത്രിയുടെ അനുജ്ഞയാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അയ്യപ്പസ്വാമിയുടെ അനുജ്ഞയാണ് വേണ്ടത്, അത് വാങ്ങിക്കുക, അതിൻ്റെ ചുമതലക്കാരൻ തന്ത്രിയാണല്ലോ അവിടെ ഇടനില നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വൃശ്ചിക 1-ാം തീയതി സംഭവം അഭിലാഷ് ഓർക്കുന്നില്ലേ? കഴിഞ്ഞ വൃശ്ചിക 1-ാം തീയതി SIT ആവശ്യപ്പെട്ടിരുന്നത് ശബരിമല സന്നിധാനത്ത് ഇപ്പം നിൽക്കുന്ന വസ്തുക്കൾ ഇത് തന്നെയാണോ, വിജയമല്യ കൊടുത്ത സ്വർണം തന്നെയാണോ എന്നുള്ളൊരു പരിശോധന ഞങ്ങൾക്ക് നടത്തണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ തന്ത്രി, ഇപ്പോൾ ശബരിമലയിലുള്ള തന്ത്രിയായിട്ടുള്ള ശ്രീ മഹേഷ് മോഹനരോട് അനുവാദം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടെ പറഞ്ഞത് നട തുറന്നു കഴിഞ്ഞാൽ തിരക്ക് വരും, അവർക്ക് തലേ ദിവസം ഞങ്ങളവിടെ പോയി സാമ്പിൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹേഷ് മോഹൻ എന്താണ് പറഞ്ഞത്? അത് സാധ്യമല്ല, വൃശ്ചിക 1-ന് നട തുറന്ന ശേഷം ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം ഞാൻ അതിനുള്ള അനുമതി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹേഷ് മോഹൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഉച്ചപൂജയ്ക്ക് ശേഷമാണല്ലോ അവിടെ നിന്ന് സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ ഈ മഹേഷ് മോഹൻ്റെ ശബരിമല ശ്രീകോവിലിനകത്ത് കിടന്ന് അയ്യപ്പസ്വാമിയുമായിട്ട് സംബന്ധിച്ചത് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് എന്നിട്ട് ഇറങ്ങി വന്ന ശേഷം ഇതൊക്കെയാണ് അയ്യപ്പൻ പറഞ്ഞതെന്ന് SITക്ക് പേപ്പറിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. എന്താണ് വാദഗതികളെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെയല്ലേ നമ്മളെല്ലാ വഴിപാടുകളും ചെയ്യുന്നത്, നമ്മളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ശബരിമല സന്നിധാനത്ത് പ്രത്യേകിച്ച് ശ്രീകോവിലിൽ നമ്മളെ ഒരു വീടിൻ്റെ സങ്കല്പമൊന്നും അല്ലത് അല്ലേ? നമ്മുടെ ചെന്ന് കട്ടളപ്പാളിയും അല്ലെങ്കിൽ കട്ടയും കഴുക്കോലും ഒക്കെ ഊഴിക്കൊണ്ട് പോകാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ലാതെ അത് വലിയ വിശ്വാസമൂല്യമുള്ള വസ്തുക്കളാണ് അവിടെ ഇരിക്കുന്നത്. ശബരിമല തന്ത്രി അറിയാതെ ഇതിൽ ഒരു മുട്ടുസൂചി പോലും സന്നിധാനത്ത് നിന്ന് എടുക്കാനൊക്കത്തില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് അവരുടെ അധികാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ ശേഷം ഇവരിളക്കിക്കൊണ്ട് പോകാൻ പോകുന്നു. ദേവസ്വം ബോർഡിൻ്റെ അതിൻ്റെ ഭരണ ചുമതലയുള്ള ആളുകളെല്ലാം തന്നെ ഇത് ഇളക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു? ബന്ധപ്പെട്ട അവിടെ പുറപ്പെടാശാന്തി ഉണ്ടായിരുന്നു. അത് വീട്ടിലാണെന്ന് പറയാൻ എക്സ്ക്യൂസ് അവിടെ നിൽക്കത്തില്ല. കാരണം അവിടെ പുറപ്പെടാശാന്തിയുണ്ട്, ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അത് പിന്നെ കമ്മീഷണത്തിന് ഫോണിൽ വിളിച്ച് പറയാമായിരുന്നല്ലോ. അപ്പോൾ ഇതൊന്നുമല്ല വിഷയം. പിന്നെ ഇതിനകത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അറിയാമോ? ഇന്ന് ഉത്തരം നക്ഷത്രമാണ്, അയ്യപ്പസ്വാമിയുടെ നക്ഷത്രമാണത് ഉത്തരം എന്ന് പറയുന്നത്. ശബരിമലയിൽ 5 ദിവസത്തിന് ശേഷം മകരവിളക്ക് വരികയാണ്. ഈശ്വരാധീനത്തിന് ഈ തന്ത്രിയല്ല അവിടെ അടുത്ത ടേണിലാണ് ഇദ്ദേഹം വരേണ്ടത്. എന്തോ സാങ്കേതിക തകരാറുണ്ടെന്ന് ഞാൻ അങ്ങനെ വരാം. ശ്രീ മഹേഷ് പണിക്കർ, താങ്കൾ ഈ തന്ത്രിയുടെ പങ്കാളിത്തം പല ടെലിവിഷൻ ചർച്ചകളിലായി ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം തന്ത്രിക്ക് അവിടെ ഒരു വലിയ റോളുണ്ട്. തന്ത്രി അറിയാതെ തന്ത്രിയെ മണ്ടനാക്കിക്കൊണ്ട് ബാക്കി എല്ലാവരും ചേർന്ന് ഇത് എടുത്തുകൊണ്ട് പോകാന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ കട്ടിളപ്പാളിക്ക് മുമ്പ് കൊടിമരവുമായി ബന്ധപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിട്ടാണോ തോന്നുന്നത്?
തീർച്ചയായിട്ടും. കാര്യം ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്ന അദ്ദേഹം ഇതിനകത്ത് കട്ടളപ്പാളി ഇളക്കുന്നതിനകത്ത് അദ്ദേഹം അറിവോടെ അത് ചെയ്തു എന്നാണല്ലോ, അതിൻ്റെ ഒരു അനുമതി കൊടുക്കാതെ അത് മൗനാനുവാദം കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളതാണ്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ കഥക് പുറത്തുനിന്ന് അതായത് നേരത്തെ വന്ന് കഥകിൻ്റെ ഈ തന്ത്രിയൊക്കെ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ കഥകിൻ്റെ അളവൊക്കെ എടുക്കുന്നു, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നു, പോകുന്നു, വേറൊരു കഥക് തേക്കെടുക്കുന്നു, അതിനകത്ത് ചെമ്പുപാളി ഉണ്ടാക്കി അതിനകത്ത് ഈ സ്വർണ്ണം പൂശിയ സാധനമെല്ലാം ഉണ്ടാക്കി മാർച്ച് 11 ഈ കഥ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടാണ് പഴയ കഥകളൊക്കെ. പഴയ കഥകിലെ പൂട്ട് മാത്രം ഈ പുതിയ കഥകിലേക്ക് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർക്കിപ്പോൾ ഈ പഴയ കഥ കൊണ്ടുപോകാൻ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അവർ കട്ടളയെ കൂടെ ഇളക്കുന്നു, കട്ടളയുടെ മേളിലെ പ്രഭാമണ്ഡലം ഇളക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ കട്ടളപ്പാളിയോടൊപ്പമാണ് പഴയ കഥകിൻ്റെ ഈ പറഞ്ഞ സ്വർണം കൂടെ അവരുടെ കസ്റ്റഡിയിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ ഗുരുതരമായ അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ, തിരിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് അനുമതി അഞ്ചാം മൗനാനുവാദം. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഇതൊരു പേപ്പറിൽ മറ്റേ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പേപ്പേഴ്സ് പോകുന്ന പോലെ പേപ്പറിൽ ഒരു അനുമതി കൊടുക്കുകയല്ല. ഈ അനുജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ വേണം, അദ്ദേഹം നിന്നുകൊണ്ട് വേണം ആ പറഞ്ഞ ആദ്യത്തെ പീസ് ഇളക്കി അത് കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ തിരിച്ചു വെക്കുമ്പോഴും ഇതിനൊരു അനുജ്ഞാകലശവും അങ്ങനെ കുറേ താന്ത്രികമായ കാര്യങ്ങളുണ്ട്. വെറും ഒരു അനുമതിയുടെ കേസല്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വേണം. ഇത് നമ്മുടെ മെയിൻ ശ്രീകോവിലേക്ക് കയറുന്ന കഥകും കട്ടളയും ധാരപാലകപാളികളും ഒക്കെയാണ്. അപ്പോൾ അതൊരിക്കലും അത് അദ്ദേഹം കണ്ടില്ല കേട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന വിഷയങ്ങളല്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവടമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. അപ്പം അതിന് ഈ പൂജകരുടെയോ അല്ലെ ഇവരുടെ ആയിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. കാര്യം ഇവരില്ലാണ്ട് ഈ സാധനം തന്നെ എടുത്തുകൊണ്ട് ആരുടെയും പോയി വീട്ടിലോ സ്റ്റോർ റൂമിലോ അല്ലെ മറ്റിടത്ത് വെക്കാൻ പറ്റില്ല. ഇതൊരു ഇവരുടെ നിരന്തരം കസ്റ്റമറായിട്ടുള്ള അല്ലെങ്കിൽ ഇവർ നിരന്തരം പൂജകൾ ചെയ്യുന്ന അല്ലെ ഇവരുടെ എന്താ പറഞ്ഞ സാങ്കേതിക വിജ്ഞാനം ഈ പറഞ്ഞ താന്ത്രിക പൂജ അവരുടെ ഫാമിലി ആയിട്ടുള്ള അവരുടെ മെൻറ്റർ എന്ന് വേണേൽ പറയാം. ഈ സ്പിരിച്വൽ മെൻറ്ററായിട്ടുള്ള അല്ലെ ഇവർ സ്പിരിച്വൽ മെൻറ്ററായിട്ടുള്ള ആൾക്കാരിലേക്ക് മാത്രമേ ഇവർക്ക് സ്വപ്ന ദർശനമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ശനിദേവനാണ് മറ്റേ അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഈ സംഭവത്തിൻ്റെ കച്ചവടം നടക്കത്തുള്ളൂ. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി പല ലാംഗ്വേജിൽ ഇപ്പോൾ തന്ത്രിയുടെ നാവായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഭാഷയിൽ 4-5 ഭാഷ അദ്ദേഹത്തിന് അറിയാം. അപ്പം ആ രീതിയിൽ അവരൊരു ടീം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വേറൊരു കേസ് കൂടെ പറയാനുള്ളത്, ഇവിടെ 2 തരം അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, അതായത് ആചാരകാര്യങ്ങൾ ചെയ്യുന്ന തന്ത്രിയും ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ബാക്കി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന ദേവസ്വം ബോർഡും. അതല്ല, അവിടെ ഒരു മൂന്നാമത്തെ ഭരണ സംവിധാനം ഉണ്ട്. അതാണ് ഈ സ്പോൺസർമാരും ഈ പറഞ്ഞ ഈ ഇവരോട് ചേരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കൊടിമരം സ്പോൺസറാണ്, ഈ പറഞ്ഞ 18-ാം പടി സ്പോൺസറാണ്, ഈ പറഞ്ഞ നമ്മുടെ പാളികൾ സ്പോൺസറാണ്. അപ്പോൾ സ്പോൺസർ വരുമ്പോഴത്തേക്ക് ദേവസ്വം ബോർഡിന്റെ കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ ഒരു മരാമത്തുണ്ട്, ഒരു നിർമ്മാണം വേണമെങ്കിൽ ഇതിനകത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കുന്നത് തന്ത്രിയിൽ നിന്നാണ്. അതായത് തന്ത്രിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം യാതൊരു കാരണവശാലും ഈ പറഞ്ഞ ബോർഡിന്റെ അംഗീകൃത മരാമത്ത് ഡിവിഷനിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് സുതാര്യമായിരിക്കും. ഇതല്ല, ഇവരൊരു സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നിട്ട് ഇത് ഞങ്ങൾ ചെയ്തു തരുന്നു, അപ്പം അതിന്റെ കാശ് എത്ര മേടിക്കുന്നു എന്ന് നാട്ടുകാർ അറിയണ്ട, ദേവസ്വം ബോർഡ് അറിയണം, ഞാനും എൻ്റെ എന്താ പറഞ്ഞ വീട്ടിലെ ശ്രീദേവിയും കൂടെ അറിഞ്ഞാൽ മതി, അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ കള്ളം മൊത്തം നടക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം അറിയാതെ ഒരിക്കലും നടക്കില്ല. ഇതിനകത്ത് ഇപ്പം അദ്ദേഹം ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ അറസ്റ്റ് ചെയ്യില്ല. തീർച്ചയായിട്ടും അതിനകത്ത് വ്യക്തമായ തെളിവുകൾ സാമ്പത്തിക തിരിമറികൾ ഉൾപ്പെടെ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ശരി, ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ ഇതിൽ മുമ്പ് നമ്മൾ വളരെ മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് 2-3 മാസം മുമ്പ് ഈ ചർച്ച നടത്തിയപ്പോൾ പത്മകുമാറിന്റെ ദൈവതുല്യൻ എന്ന പരാമർശം തന്ത്രിയെക്കുറിച്ചാണ് എന്ന് താങ്കൾ വരികൾക്കിടയിലൂടെ സൂചിപ്പിച്ചിരുന്നു. അത് എന്തായാലും ഇന്ന് ശരിയായിരിക്കുകയാണ്. പക്ഷേ തന്ത്രി ഇതിന് മൗനാനുവാദം നൽകി തടഞ്ഞില്ല എന്നതിനപ്പുറത്തുള്ള ഒരു ആരോപണം ഇതുവരെ, അതായത് അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ അന്വേഷണ സംഘത്തിൽ ഇല്ല, അതിനപ്പുറത്ത് നേട്ടമുണ്ടാക്കിയെന്നോ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്, അതിനപ്പുറത്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണമോ സോഫാർ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അവിടെ ഉണ്ട്. അല്ല, ഇതില് അഭിലാഷ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ നവംബറിലെ ഒരു ചർച്ചയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഈ ദൈവതുല്യം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരോ ഭരണാധികാരികളോ അല്ല, അത് പിന്നെ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് ആ ചർച്ചയിൽ പറഞ്ഞത്, ഞാൻ വ്യക്തമായി ഓർക്കുന്നു, വെറുതെ പറഞ്ഞതുമല്ല, ബോധ്യപ്പെട്ട് പറഞ്ഞതാണ്. ഇപ്പോഴും ആ ബോധ്യം ഒന്നുകൂടെ ഉറച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പറയാൻ കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഇത് ഒക്ടോബർ 10 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് SITയുടെ ഉത്തരവിടുമ്പോൾ ആ ഉത്തരവിൽ പറഞ്ഞ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ശബരിമലയിൽ സംഭവിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, അവിടെ ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിരിക്കുന്നു, അതാണ് SIT അന്വേഷിക്കേണ്ടത് എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്.
പിന്നെ എന്തിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ആണെന്ന് ആവർത്തിച്ച് രാഹുൽ ഈശ്വർ പറയുന്നത്? ഉദ്ദേശവും ഉന്നവും വ്യക്തമാണല്ലോ, അതിലേക്ക് പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കവനന്റ് പ്രകാരം 49 കവനന്റ് പ്രകാരമുള്ള ഇതെല്ലാം നടക്കുന്നത് അന്നത്തെ ശിവകാന്ത മഹാരാജാവും പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് വന്ന VP മേനോനും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടി. അതിനെ തുടർന്നാണ് പിന്നെ 50 ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത്, ദേവസ്വം ബോർഡ് മാനുവൽ ഉണ്ടാകുന്നത്. അതിൽ പറയുന്നുണ്ട് വ്യക്തമായി കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അവർക്ക് ഉള്ള 2 ഉത്തരവാദിത്വം. റിച്വസ്റ്റിക്കായ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നത് ചീഫ് പ്രീസ്റ്റ്, തന്ത്രി, അതിന്റെ കീഴിലുള്ള മേൽശാന്തിയാ സംവിധാനം. ഡേ ടു ഡേ അഫയേഴ്സ് മുഴുവൻ നോക്കേണ്ടത് ദേവസ്വം ബോർഡ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ ആൻഡ് ഓർഡർ അത് ദേവസ്വം വകുപ്പ് എന്ന് പറയാൻ മന്ത്രിസഭയിൽ. അപ്പൊ മന്ത്രിസഭയില് പിന്നെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണവും ക്രമസമാധാന പാലനവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലും ഒരു ദേവസ്വം മന്ത്രി 4 പേര് ഒപ്പിടാത്തത്. അതിന് അധികാരമില്ല മന്ത്രിക്ക്, അതുകൊണ്ടാണ്. അതൊരു കാര്യം. പിന്നെ ഇവിടുത്തെ പ്രശ്നം കാതലായ പ്രശ്നമൊന്നുമല്ലോ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് വരുമ്പോൾ ഈ പിന്നെ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ആ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞു കഴിഞ്ഞ സ്വർണം പിന്നെ നമ്മളെ ശില്പിക്കറിയാം നീക്കം ചെയ്യുന്ന രീതി മെർക്കുറി മെറ്റേഡ് ആയിരുന്നു. അത് മാറ്റിയിട്ട് അത് മെർക്കുറി ഉപയോഗിച്ച് തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാം, സ്വർണം പൂശുകാക്കാം. അപ്പൊ സ്വർണം പൊതിഞ്ഞ വസ്തുവിൽ നിന്ന് സ്വർണം നീക്കി മാറ്റിയാൽ അതിന്റെ 10 സാധനം മതി സ്വർണം പൂശാനായി. ഇതാണ് ഇവിടെ തന്ത്രം. ആ തന്ത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന് വരാൻ പോകുന്നു, കൂടുതൽ ഗൗരവമായി വരാൻ പോകുന്നു. ഞാൻ ഇന്ന് സൂചന പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയാണ് ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സിനെ എങ്ങനെയാണ് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കി മാറ്റിയത് എന്നുള്ളതാണ് കാതലായ ഇഷ്യൂ നിൽക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ വരുന്നത് ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ആചാരപരമായ മുഴുവൻ കാര്യങ്ങളുടെയും പരമമായ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന ചീഫ് പ്രീസ്റ്റിലാണ്, തന്ത്രിയിലാണ്. ആ തന്ത്രി അറിയാതെ അവിടെ നിന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ് സംവിധാനത്തിന് പുറത്തേക്ക് പോയത്? ഒന്നാമത്തെ ചോദ്യം അതാണ്, പരമപ്രധാനമായ ചോദ്യവും അതാണ്. സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലാണ്, ശബരിമല പരിസരത്തിൽ പോലും പറ്റില്ല. പണി അവിടെ വെച്ച് തന്നെ ചെയ്യണം, സന്നിധാനത്തിന്റെ അതിൻ്റെ അകത്ത് തന്നെ ചെയ്യണം. അവിടെ എങ്ങനെ പോയി പുറത്തേക്ക്? അവിടെയാണ് അനുമതിയുടെ പ്രശ്നം വരുന്നത്. ആ അനുമതി ആരാണ് കൊടുത്തത്? അത് തന്ത്രിയാണ് കൊടുത്തത്. ഒരു പ്രാവശ്യമാണോ? ഒന്നിലേറെ പ്രാവശ്യം അനുമതി കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവുണ്ടോ? ഉണ്ടല്ലോ. ഏറ്റവും ഒടുവിലത്തെ തെളിവ് 2023 ജൂൺ 30 മറ്റേ മഹേഷ് മോഹനർ, കണ്ടക്ടർ മഹേഷ് മോഹനറുടെ ഒരു കത്തുണ്ട് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട്, അനുമതി കൊടുത്തോണ്ട്. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടാണ് കേട്ടോ. പക്ഷേ ആ സമയത്ത് അന്ന് നടന്നില്ല. ഇപ്പോഴാണ് ഈ ചെമ്പ് കത്തഴിഞ്ഞ കത്തുള്ളൂ. അത് കഴിഞ്ഞ് അപ്പൊ ആ ടേൺ അവരുടെ ആയിരുന്നു. ആരുടെ? മഹേഷ് മോഹനരുടെ. അടുത്ത ടേൺ വരുന്ന ആരാണ്? അടുത്ത വർഷം 24 വർഷം എന്ന് പറയുന്നത് ടേൺ മറ്റവരാണ്. അത് രാജീവരുടെ. രാജീവര് വരുന്നില്ല, പകരം ബ്രഹ്മദത്തനാണ് വരുന്നത്. കണ്ടകശ്ശേരി ബ്രഹ്മദത്തൻ രാജീവര്. അപ്പം ആ ടേൺ അവരുടെ അദ്ദേഹത്തിനാണ്. അവിടെ സംഗതി മാറുന്നുണ്ട്. ആ മാറുന്ന എങ്ങനെയൊക്കെയാണെന്നുള്ള SIT കണ്ടുപിടിച്ചിരിക്കട്ടെ. ഞാനിലേക്ക് ഈ ചർച്ചയിലേക്ക് സമയമില്ലാത്തതിലേക്കൊന്നും വരുന്നില്ല. അപ്പൊ പ്രശ്നം ഇതാണ്, സ്വർണം പൊതിഞ്ഞതിൽ നിന്ന് മെർക്കുറി ഈ പ്രോസസ് വഴി അത് നീക്കം ചെയ്തിട്ട് സ്വർണം പൂശുകയാണ് ചെയ്യുന്നത്. ഗോൾഡ് പ്ലേറ്റിംഗ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്. അതിന് ഒരുപാട് അങ്ങനെ ചെയ്യുക വഴി സ്വർണം കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീ B. രാധാകൃഷ്ണ മേനോൻ, ഈ കാര്യത്തിൽ തന്ത്രി കൂടി പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം, വിശ്വാസികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി തന്നെ ദേവന്റെ സ്വത്ത് അപഹരിക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നും വരാനില്ല. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവായി കാര്യങ്ങൾ ചെയ്യേണ്ട ദേവസ്വം ബോർഡ്, അതിൻ്റെ പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയിട്ടുള്ള അതിലെ പ്രതിനിധികൾ, അതിൻ്റെ പ്രസിഡന്റ്, ഉദ്യോഗസ്ഥർ, ഇപ്പോൾ തന്ത്രിയും എല്ലാവരും കൂടി ചേർന്നാണ് ദേവന്റെ സ്വർണം കടത്തിയത് എന്നുള്ള വലിയ സ്ഫോടനാത്മകമായ വാർത്ത ഇവിടെ വരുമ്പോൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതല്ലാതെ വേറെന്തെങ്കിലും നിലപാടുണ്ടോ? ഇതേ സംബന്ധിച്ച് വിശ്വാസികൾ അതീവ ദുഃഖിതരാണ്. അത് ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതേ തരത്തിലുള്ള ഒരു മോഷണം, കൊള്ള, ആചാരലംഘനം, തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വളരെ ആസൂത്രിതമായി ക്ഷേത്രഭരണത്തിനായി നിയോഗിക്കപ്പെട്ട ഭരണ സംവിധാനം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നിർവഹിച്ചു എന്നതിലാണ് അടിസ്ഥാനപരമായ ആ ദുഃഖവും വിഷമവും അതിലേറെ പ്രതിഷേധവും എല്ലാം വിശ്വാസിക്കുള്ളത്. അതോടൊപ്പം തന്നെയാണ്
ഇപ്പോൾ തന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ സംശയത്തിൻ്റെ മുനയിലാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തി എന്ന് പറഞ്ഞ് ഒരു പുതിയ പരിവേഷം സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള ഈ കാര്യങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ആരെയെങ്കിലും രക്ഷപ്പെടുത്താനോ മറപിടിക്കാനോ ഉള്ള ഒരു ഇടപാടായി മാറാൻ പാടില്ല. ഇപ്പോൾ ഇത് തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതിലെന്താ തെറ്റ്? പക്ഷെ തന്ത്രി ആണ് ഈ കാര്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഇതിന് അനുമതി കൊടുത്തത് എന്ന് പറയുമ്പോൾ തന്ത്രിയുടെ അനുമതി എന്ന് പറയുന്നത് രേഖാമൂലം നൽകുന്നതല്ല, സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള അനുജ്ഞ എന്നുള്ള ഒരു പ്രക്രിയ. ആ പ്രക്രിയ അനുസരിച്ച് അത് നിർവഹിക്കുവാനുള്ള സാഹചര്യം അവിടെ രൂപപ്പെടുത്തിയത് ആരാണ്? ഇത് പുറത്തു കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഇവിടെ പ്രിയപ്പെട്ട ജയേന്ദ്ര സാർ പറഞ്ഞ 2 പോയിന്റ്സ്. ഒന്ന്, സ്വർണം പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പൂശാൻ വേണ്ടി തീരുമാനിച്ച തീരുമാനത്തിൻ്റെ പിന്നിലെ ഗൂഢാലോചന ആരുടേതാണ്? അത് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാത്രമല്ല മറ്റ് പല ക്ഷേത്രങ്ങളിലെയും ഈ തരം പ്രക്രിയകളെയെല്ലാം ബാധിക്കുന്ന രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം കൂടി ഈ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ആരുടെ പ്രേരണയിലാണ്, അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അന്വേഷണ പരിധിയിൽ വരണം, പുറത്തു വരേണ്ട വസ്തുത തന്നെയാണ്. കാരണം മെർക്കുറി ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളി പൊതിയുക എന്ന പ്രക്രിയ ഇത് ഒരു ഘട്ടത്തിൽ കോടതിയുടെ തന്നെ നിയന്ത്രണത്തിലാണ് നടപ്പാക്കാൻ ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച പ്രക്രിയയ്ക്ക് അടിസ്ഥാനപരമായി മാറ്റം വരുത്തിയവരാരാണ്? ആ മാറ്റത്തിൻ്റെ പിന്നിലെ ഗൂഢാലോചന ആരുടേതാണ്? ആ തീരുമാനം നടപ്പാക്കിയവരാരൊക്കെയാണ്? തുടർന്ന് അതിൻ്റെ ഗുണഭോക്താക്കളായി ശബരിമലയിലും മറ്റ് പല ക്ഷേത്രങ്ങളിലും ഈ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചവരാരാണ്? ഇതെല്ലാം വിശ്വാസികൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് മാത്രമല്ല, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തവരെ പുറത്തു കൊണ്ടുവരണമെന്ന് ശിക്ഷിക്കണമെന്നും ആഗ്രഹിക്കുന്നു. എന്നാൽ അതേസമയം തന്ത്രിയുടെ അനുമതി എന്ന് പറയുന്നത് നോർമൽ കേസിൽ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കാൻ പാടില്ലാത്തതാണ്. സാധാരണഗതിയിൽ ഞാനൊരു വിശ്വാസിയാണ്, ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളയാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണ കീഴ്വഴക്കമനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ ആ ക്ഷേത്ര കോമ്പൗണ്ടിലാണ് ഈ തരുണത്തിലുള്ള നിർമ്മാണ പ്രക്രിയകൾ, പ്രത്യേകിച്ച് ശ്രീകോവിലിനുള്ളിലെ കാര്യങ്ങൾ, സ്വർണം പൂശലായാലും സ്വർണം പതിക്കലായാലും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു തിരുത്തലോ മാറ്റമോ കുറച്ചേറെ കാലമായി ചില സ്ഥലങ്ങളിലെല്ലാം വരുത്തിയത് അതിന് തന്ത്രി കൂട്ടുനിന്നിട്ടുണ്ടോ, മന്ത്രി നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്നെല്ലാം ഉള്ളത് പുറത്തു വരേണ്ടതാണ്. പക്ഷെ തന്ത്രി ആ തരത്തിൽ വിശ്വാസികൾക്ക് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിൽ എത്തുമെന്ന് അല്ലെങ്കിൽ എത്താനിടയായ സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വമായി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. മനഃപൂർവ്വമല്ലാതെ അദ്ദേഹം അതിന് നിർബന്ധിതമായിട്ടതാണോ, എന്ത് കാരണം കൊണ്ടാണ്, ഇതെല്ലാം പരിശോധിക്കപ്പെടുന്നത്. അതാണല്ലോ SIT പരിശോധിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അന്വേഷണം. ശരി, ഓക്കെ. ശ്രീ CK രാജഗോപാൽ, ഈ അന്വേഷണം അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് എന്ന് കരുതാമോ? പല ആംഗിളുകൾ വന്നു. ഇപ്പോൾ D മണി വന്നു, അതുപോലെ അന്താരാഷ്ട്ര മാനമുള്ള ആന്റിക് കള്ളക്കടത്ത് തുടങ്ങിയ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വന്നു. ഇതിനെല്ലാം SIT പരിശോധിക്കുകയും നിരാകരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ സ്വർണം പോയ വഴി എന്നുള്ളത് നേരത്തെ ഏറ്റവും ആദ്യത്തെ അന്വേഷണത്തിൽ ബോധ്യമായ ആ വഴിക്കാണ് പോകുന്നത്. അതിൽ തന്ത്രിയുടെ കൂടെ പങ്കാളിത്തം ഇപ്പോൾ വെളിവാവുകയാണ്. ഇത് അന്വേഷണം അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലെത്തിയതായി നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയാണോ? അങ്ങനെയല്ല അഭിലാഷ് തന്നെ മനസ്സിലാക്കേണ്ടത്. ഇത് 1ാം ഘട്ട അന്വേഷണം എന്ന് വേണം അതിനെ മനസ്സിലാക്കാനായിട്ട്. കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് സൂചിപ്പിച്ചില്ലേ, 98 മുതൽ, അതായത് വിജയമല്യ സ്വർണം കൊടുത്ത ആ സമയം മുതൽ 2025 വരെ അന്വേഷിക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ SIT ഇപ്പോൾ അന്വേഷിക്കുന്നത് 98 വിജയമല്യ എത്ര സ്വർണം കൊടുത്തിട്ടുണ്ട് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നീട് അന്വേഷണം വരുന്നത് 2019 മുതൽ 25 വരെയാണ്. ഇതിനിടയിലൊരു പീരീഡുണ്ട്. ആ പീരീഡിലെ അന്വേഷണങ്ങളിലേക്ക് കാര്യം വന്നിട്ടില്ല. അന്വേഷണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇതെല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞു പോകും. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെയാണ് D മണിയുടെ വിഷയം. D മണിയുടെ വിഷയവും വെറുതെ വന്നൊരു ആരോപണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് തന്നെയാണല്ലോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ പറയുന്ന കഥാപാത്രങ്ങൾ, ഈ കപൂറിനെ പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇതിനകത്തിലുണ്ടാകും.
അതൊക്കെ അടുത്ത സെക്കൻഡ് സ്റ്റേജിലായിരിക്കും. 2ാം സ്റ്റേജിലോ 3ാം സ്റ്റേജിലേക്ക് അത്തരം അന്വേഷണങ്ങൾ വരുള്ളൂ എനിക്ക് തോന്നുന്നത്. മുമ്പേ ഈ പറഞ്ഞതുപോലെ ജയേന്ദ്ര സാർ സൂചിപ്പിച്ച ശരിയാണ്. അവരുടെ ഹൈക്കോടതിയുടെ പരാമർശം വന്നിട്ട് ക്രിമിനൽ കോൺസ്പിറസി. ഈ ക്രിമിനൽ കോൺസ്പിറസിയിൽ 3 പേരെയാണെന്ന് ചൂണ്ടിക്കാണിച്ചത്. 1 പോറ്റി, 2 പങ്കജ് ഭണ്ഡാരി, 3 ഗോവർദ്ധൻ. ഈ 3 പേരും കൂടെ ബാംഗ്ലൂരിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ്. ബാംഗ്ലൂരിലെ ടവർ ലൊക്കേഷൻ്റെ കീഴിൽ ഇവർ 3 പേരും കൂടെ വന്ന ശേഷം അവിടെ വെച്ച് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇതിന് എങ്ങനെ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതിസ്ഥാനത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ പോയെന്നാണ് പറയുന്നത്. പക്ഷേ പോറ്റി അവിടെ ഉണ്ട്. പോറ്റി സെൻറ്റർ പോയിന്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്ത്രിയും വരും ഇവിടെ. നമ്മുടെ ചിത്രം ഓർക്കുന്നില്ലേ? 2007 പത്തനംതിട്ട ബ്യൂറോയിലെ രതീഷ് എടുത്ത ചിത്രം ഓർക്കുന്നില്ലേ? 2007 ചിത്രമാണത്. 2007 തന്ത്രിയുടെ രാജീവരുടെ തൊട്ടു പുറകിൽ തന്നെ നിൽക്കുകയാണ്, അദ്ദേഹത്തോടെ ചേർന്ന് നിൽക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നെന്താ ശബരിമല റോള്? ഒരു റോളുമില്ല, ഒരു പങ്കാളിത്തമില്ലാത്തതാണ്. പ്രധാനപ്പെട്ട ബിംബം വഹിക്കുന്ന മേൽശാന്തി വളരെ ദൂരെയാണ് നിൽക്കുന്നത്, പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തോടെ ചേർന്ന് നിൽക്കുകയാണ്. പിന്നീട് അവിടെ ആ സമയത്താണ് സ്മാർട്ട് ക്രിയേഷൻസ് വരുന്നു. 2007 ചെന്നൈയിലെ ആമ്പത്തൂരിലെ സ്ഥാപനം വരുന്നുണ്ട്. അതേപോലെ തന്നെ അവർ 2009 മാളികപ്പുറം ശ്രീകോവിൽ പൂശുന്നുണ്ട്. ഇതിനിടയിലാണ് ഭാഷ അറിയാൻ വയ്യാത്ത ഗോവർദ്ധനം കയറി വരുന്നത്. അദ്ദേഹം പടിപൂജ ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഭാഷ അറിയാൻ വയ്യ എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഗോവർദ്ധൻ്റെ ഒരു മൊഴി ഉണ്ടായിരുന്നല്ലോ. ഗോവർദ്ധനം പറഞ്ഞത് എന്താണ്? ജാമ്യാപേക്ഷയിൽ പറഞ്ഞത്, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയത്തില്ല. ഒരു ദിവസം ഞാൻ ഈ തന്ത്രിയുടെ മേൽശാന്തിയുടെ മുറിയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങി വരുന്നു. ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഭക്തിയും ബഹുമാനവും ഒക്കെ തോന്നി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കന്നഡ അറിയാം. അങ്ങനെ ആ കന്നഡ അറിയാവുന്ന പോറ്റിയുടെ സഹായത്താലാണ് ഞാൻ അവിടെ പടിപൂജ നടത്തിയത് എന്നാണ് പറയുന്നത്. അതോടുകൂടി അദ്ദേഹം ഒരു വാചകം കൂടെ അതിനകത്ത് പറഞ്ഞു, അതോടുകൂടി എൻ്റെ ജീവിതം മാറി മറിയുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു മാറ്റം മറിച്ചിൽ അതിനകത്തുണ്ടായി എന്നുള്ളതാണ്. അത് ഏത് പോസിറ്റീവ് സെൻസിലാണോ എങ്ങനെയാണ് അദ്ദേഹം അതിനകത്ത് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. 2007 മുതൽ ഉള്ള ഈ കഥാപാത്രങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് വരുന്നുണ്ട് ഇതിനകത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംശയിക്കണം. പോറ്റി ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവരെല്ലാം തന്ത്രിയത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ ഒക്കത്തില്ല ഈ അന്വേഷണത്തിലെ കാര്യത്തിൽ. നാളെ കസ്റ്റഡി റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും തന്ത്രിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്ക് തിരുവനന്തപുരം സബ് ജയിലിലേക്ക് തന്ത്രിയെ അയച്ചിരിക്കുകയാണ്. അദ്ദേഹം താന്ത്രിക വിദ്യ അദ്ദേഹത്തിന്റെ ടേണിൽ അവിടെ ചെയ്യുന്ന സമയത്ത് ശബരിമലയിൽ പോകുന്ന ഭക്തർക്ക് നേരത്തെ പത്മകുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവതുല്യനായിരുന്നു തന്ത്രി. ആ തന്ത്രി 14 ദിവസം തിരുവനന്തപുരം സബ് ജയിലിൽ കിടക്കാൻ പെട്ടെന്ന് ഒരു ഇടവേള എടുക്കണം. അല്ല, അത് ഒറ്റ കാര്യമുള്ളൂ. ഈ നവംബറിൽ തന്ത്രിയെ SIT വിളിപ്പിച്ചിരുന്നു ഈഞ്ചക്കലേക്ക്, തിരുവനന്തപുരത്ത്. അദ്ദേഹം അന്ന് അസൗകര്യം പറഞ്ഞ് മാറി. ഡിസംബറിൽ ചെല്ലാമെന്ന് ഡിസംബറിലും ചെന്നില്ല. അങ്ങനെയാണ് ഇന്ന് പെട്ടെന്ന് വിളിച്ചു വരുത്തി. ഇടയ്ക്ക് ഒന്ന് ചോദ്യം ചെയ്തിരുന്നു, മൊഴിയെടുത്തിരുന്നു. അത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് പെട്ടെന്ന് ഇത് ഉണ്ടാകുന്നതെന്നുള്ളത് അതോടെ സൂചിപ്പിക്കുകയായിരുന്നു കൂട്ടത്തിൽ. ശരി, മഹേഷ് പണിക്കർ, എന്തായാലും തന്ത്രി റിമാൻഡിലായിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2007 മുതൽ അല്ലെങ്കിൽ 2009 മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെട്ടാൽ, അതല്ല ഇനി 98, 99 കാലം മുതലുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കപ്പെട്ടാൽ, ഇപ്പോൾ ഈ കട്ടിളപ്പടിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും പാളികളുടെ കാര്യമാണ് നമ്മൾ കാണുന്നത്. അതിനപ്പുറത്തുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരുമോ? അന്വേഷിച്ച് വരുമ്പോൾ ഇതിനപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ വരുമോ? തീർച്ചയായിട്ടും നമ്മൾ ഈ സ്വർണം അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയല്ല, അവിടുത്തെ പൂജാതി കാര്യങ്ങൾ, അതായത് ഈ പടിപൂജ അല്ലെങ്കിൽ മറ്റേ ഈ നെയ്യഭിഷേകത്തിൻ്റെ ഒരു കേസ് ഇപ്പം നമ്മുടെ ജയകൃഷ്ണൻ സാർ ഇപ്പോൾ ഒരെണ്ണം പിടിച്ചത് നമ്മൾ കണ്ടതല്ലേ. അതായത് 5 ലക്ഷം രൂപയോളം ഒരു ദിവസത്തെ ഇവരുടെ ഇതിനകത്തുള്ള ആഡിയശിഷ്ടം നേടെ ആ ഒരു കൂപ്പൺ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം ഇങ്ങനെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട സമാന്തരമായ ഒരു ഭരണ സംവിധാനം ഇവരുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. ഇവരുടെ റൂമുകൾ അവിടെയാണ് ഈ പറഞ്ഞ കൊള്ളകളുടെ എല്ലാം കേന്ദ്രം. വലിയ വലിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവിടെ വരുന്നു, വിശ്രമിക്കുന്നു, അവരുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം മാറ്റാനായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ജയകുമാർ സാർ ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് മാറ്റാനായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആ റൂം അവിടുന്ന് ഈ തന്ത്രിയുടെയും ഈ പറഞ്ഞ മേൽശാന്തിമാരുടെയും ഒക്കെ അവിടുത്തെ ശൗചാലയം ഉൾപ്പെടെയുള്ള റൂമുകൾ ആ കോമ്പൗണ്ടിൽ നിന്ന് അയ്യപ്പൻ്റെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ നിന്ന് മാറ്റണം. അത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തണം. കാര്യം ഇവർ ഈ പറഞ്ഞ ആൾക്കാരെ മറ്റ് മതസ്ഥരെ മറ്റ് നാട്ടുകാരെ മറ്റ് സംസ്ഥാനക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ ചൂഷണം ചെയ്യുവാണ്. അതിനകത്തൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ അയ്യപ്പൻ്റെ ഇപ്പം ഇപ്പം തന്നെ എത്രയോ കോടി ഇത് വരുന്നു. ഒരു ദിവസം 1 ലക്ഷം പേര് വരെ വരത്തക്ക രീതിയിൽ ആ വിശ്വാസം വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ പറഞ്ഞ പുഴുക്കുത്തുകളൊക്കെ നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അയ്യപ്പൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവരെന്നാണോ ഈ ആദ്യമൊന്നും അയ്യപ്പൻ ഒരു പ്രശ്നമില്ല, ഇവരെന്നാണോ ഒരു ചന്ദ്രഗ്രഹണത്തിന് ആ മർമ്മം നോക്കി അയ്യപ്പൻ്റെ ആ ധാരപാലക ശില്പങ്ങൾ ഇപ്പോൾ എടുത്ത് സെപ്റ്റംബർ 7 അന്ന് മുതൽ ഇവരുടെ നാശം തുടങ്ങിയിരിക്കും.
വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഒന്നൊന്നായിട്ട് പുറത്ത് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും വരാനുണ്ട്. അപ്പം ഇതെന്തായാലും നല്ലൊരു ഈ അന്വേഷണത്തിന്റെ ഒരു നാഴികക്കല്ലാണ് ഇന്ന് ഈ തന്ത്രി അദ്ദേഹം ഇന്ന് ജയിലിനകത്ത് കയറിയിരിക്കുന്നത്. ശരി, എന്തായാലും തന്ത്രി തിരുവനന്തപുരം സബ് ജയിലിലാണ് ഇന്ന് രാത്രി ഉറങ്ങുക. ആ അവസ്ഥയെത്തിയിരിക്കുന്നു. അയ്യപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആളുകൾ ഒന്നൊന്നായി കുടുങ്ങുകയാണ്. ഇനി എന്ത് അന്വേഷണത്തിൽ ബാക്കി എന്ത് കോടതി ഇക്കാര്യത്തിൽ കാണും? അതൊക്കെ കാത്തിരിക്കണം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.